പ്രണയത്തിന്റെ അതിശയത്തിലേക്ക് ഒരു യാത്ര, അതാണ് കാസ്നോവയുടെ ലക്ഷ്യം. പ്രണയം ചിലരെ സാഹസികരാക്കും, മറ്റു ചിലരെ സ്വാർത്ഥരാക്കും, ചിലർക്ക് വിഡ്ഢിവേഷം നൽകും. ഇത്തരം പ്രണയത്തിന്റെ രുചിഭേദങ്ങളാണ് റോഷൻ ആൻഡ്രൂസിന്റെ കാസ്നോവയുടേത്. ഞാൻ കാസനോവ, പ്രണയിച്ച് കൊതി തീരാത്തവനെന്നർത്ഥം. സ്വന്തം പേരല്ല, വീണ പേരാണ്. ഒരു ത്രികോണ പ്രണയകഥ, അതാണ് കാസ്നോവ. പക്ഷേ പതിവ് കാഴ്ചകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പ്രണയവും പ്രണയം പൂക്കുന്ന വഴിയും പ്രണയത്തിലേക്ക് എത്തിക്കുവാനുള്ള ചില നുറുങ്ങു വിദ്യകളും വിരഹവുമൊക്കെ ദൃശ്യചാരുതയോടെ അവതരിപ്പിക്കുകയാണ് ചിത്രം. മോഹൻലാൽ കാസ്നോവയുടെ രീതികളുമായി എത്തുമ്പോൾ ചിത്രം ഒരു ലവ് ത്രില്ലർ എന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പുഷ്പവ്യാപാരിയായ നായകൻ ഓരോ സ്ത്രീയെയും ഓരോ പൂവിനോടാണ് ഉപമിക്കുന്നത്. ഇനിയുള്ള സായാഹ്നങ്ങൾ എല്ലാ കാമുകിമാർക്കും എന്ന നിലയിൽ കാസ്നോവ പ്രണയം പഠിപ്പിക്കുന്നു. 18ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജനിച്ച യഥാർത്ഥ കാസ്നോവയ്ക്ക് 118ഓളം പ്രണയിനികൾ ഉണ്ടായിരുന്നു. യഥാർത്ഥ കാസ്നോവയുടെ ജീവിത രീതികളിലൂടെയാണ് ചിത്രത്തിന്റെ കഥ വികസിക്കുന്നത്. ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിന്റെ പുത്രനാകുന്ന കാസ്നോവ ലക്ഷങ്ങൾ വിലയുള്ള ബ്രാൻഡഡ് വസ്ത്രങ്ങളും വില കൂടിയ കൂളിംഗ് ഗ്ലാസും ധരിച്ച് വിലയേറിയ കാറുകളിൽ സഞ്ചരിച്ച് പ്രണയിനികളെ വിസ്മയിപ്പിക്കുന്നു. ഈ സവിശേഷത തന്നെയാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തിനും. ചിത്രത്തിൽ സമീര എന്ന കാസ്നോവയുടെ ഇഷ്ടത്തോഴിയായി ശ്രേയ ശരൺ കഥാപാത്രമാകുന്നു. ലോകത്തിലെ മുഴുവൻ ഭാഷയും അറിയുന്ന ലൂക്ക എന്ന കഥാപാത്രമാണ് ജഗതിക്ക്. കാസ്നോവയുടെ മനസ്സിൽ വിചാരിക്കുന്നത് എന്തെന്ന് തിരിച്ചറിയുന്ന കഥാപാത്രമാണിത്. 17 ആക്ഷൻ രംഗങ്ങളും 4 ഗാനങ്ങളും 108 രംഗങ്ങളും അടങ്ങുന്ന ചിത്രം 85 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 10 കോടിയിൽ ചിത്രത്തിന്റെ ഫസ്റ്റ് പ്രിന്റ് പൂർത്തിയാക്കും. ചിത്രത്തിന്റെ മർമ്മപ്രധാനമായ ഒരു രംഗവും ഒരു ഗാനവും ഇനിയും ചിത്രീകരിക്കാനുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ ചിത്രീകരിക്കാനിരിക്കുന്ന ഈ രംഗം ലാവണ്ടർ ഫ്ലവർ ഫീൽഡിനായി കാത്തിരിക്കുകയാണ്. ഷൂട്ടിങ്ങിനിടയിലെ തടസ്സങ്ങളും ഇടവേളയെടുത്തുള്ള ചിത്രീകരണവും 4 തവണ നിർത്തിവെക്കേണ്ടി വന്നതുമാണ് ചിത്രീകരണ ദിനമേറെയെടുത്തുവെന്ന തോന്നലുകൾ ഉണ്ടാക്കുന്നതെന്ന് സംവിധായകൻ വ്യക്തമാക്കി. ഇന്റർനെറ്റിൽ കൂടുതൽ പ്രേക്ഷകർ സന്ദർശകരായി എത്തിയ മലയാള സിനിമ ട്രെയിലറിന്റെ ഗണത്തിലേക്ക് എത്തുകയാണ് കാസ്നോവ. വിരസത നൽകില്ല എന്ന ഉറപ്പോടെ ചിത്രം ജനുവരിയിൽ പ്രദർശനത്തിനെത്തും. സ്വന്തം പേരല്ല, വീണ പേരാണ്.